നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാലിഷ റസൽ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആണ്. ഇപ്പൊ വിഷു ഒക്കെ ആയില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, വരയ്ക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. മയിൽപ്പീലിയും ഓടക്കുഴലൊക്കെ ആയിട്ടുള്ള ഈ ഒരു പിക്ചറാണ് കേട്ടോ ഞാൻ വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ് ഉണ്ട്. അത് ഏതാന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ട്രേസിങ് പേപ്പർ വേണമെന്നൊന്നുമില്ല. ഡിസ്പ്ലേയുടെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നോർമൽ പേപ്പറിലും നമുക്കത് ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാം. ഓരോരോ ഭാഗങ്ങളായിട്ട് സൂം ചെയ്ത് പിക്ചർ മുഴുവനായിട്ട് ഞാൻ ഈ പേപ്പറിലോട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഗ്ലാസ് പീസ് ഈ പേപ്പറിൻ്റെ മുകളിലായിട്ട് വെക്കാം. സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ പേപ്പർ ഗ്ലാസ്സിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് കളർ ഔട്ട്ലൈനറാണ്. ഇത് ഇതുപോലൊരു ട്യൂബിലാണ് കേട്ടോ വരുന്നത്. അപ്പം നീഡിൽ വെച്ച് ഇവിടെ ഒന്നൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്പ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യുക. ഈ ഒരു ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പേപ്പറിലുള്ള ചിത്രം ഗ്ലാസ്സിലോട്ട് വരച്ചെടുക്കുന്നത്. ഈ ട്യൂബ് പിടിക്കുമ്പോൾ ഇങ്ങനെ കുത്തനെ അല്ലാണ്ട് കുറച്ച് ചെരിച്ച് നമ്മൾ മെഹന്തിയുടെ ട്യൂബൊക്കെ പിടിക്കില്ലേ, അതുപോലെ പിടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു തുണിക്കഷ്ണം കയ്യിൽ കരുതണം. അറ്റം ഭാഗത്ത് ഇങ്ങനെ മഷി ഒരുമിച്ച് കട്ട കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് വൃത്തിയാവില്ല. അപ്പോൾ അതിൻ്റെ ട്യൂബിൻ്റെ അറ്റം എപ്പോഴും ഈ ക്ലോത്ത് വെച്ച് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തുടച്ചു കൊടുക്കണം. തീരെ കനം കുറച്ചല്ല കേട്ടോ, അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ ലൈനേഴ്സ് വെച്ച് വരയ്ക്കണം. എങ്കിലും മാത്രമേ നമുക്ക് പെയിൻറ് ചെയ്യുമ്പോൾ നിറയെ കളേഴ്സ് ആയാലും ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബ്ലാക്ക് ഔട്ട്ലൈനർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 3D ഔട്ട്ലൈനേഴ്സ് പല നിറങ്ങളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഈ ഗോൾഡനും സിൽവറും കളറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്ങിനും കുറച്ചും കൂടി ഒരു തിളക്കമുണ്ടാവും. ഇതുപോലെ ചെറിയ ചെറിയ പീലികളൊക്കെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു തുണി ഉപയോഗിച്ചത് മായ്ച്ചു കളയാം. അതല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇത് മുഴുവനായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് ഏത് ഭാഗമാണോ മായ്ച്ചു കളയേണ്ടത് അവിടെ ഒന്ന് ബ്ലേഡ് വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പീൽ ചെയ്ത് കളയാൻ പറ്റും. ഞാൻ ആദ്യം ചെയ്ത ഗ്ലാസ് പൊട്ടിപ്പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പഴയ ക്ലോക്കിൻ്റെ ചില്ലെടുത്തിട്ട് വരച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഔട്ട്ലൈനറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്കൈ ബ്ലൂ കളർ ഉപയോഗിച്ച് നമുക്ക് ആ വരച്ച കൈകളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഈ ഒരു ബോട്ടിലിൻ്റെ അറ്റം കൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ്സിൽ കളർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഗ്ലാസ് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. സ്കൈ ബ്ലൂ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേശ്ശെ നേവി ബ്ലൂ കളറും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 കളർ മിക്സ് ചെയ്ത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ നിറം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത നിറം നമ്മൾ പെയിൻറ് ചെയ്ത് തുടങ്ങും. കണ്ടില്ലേ, ആ ബോട്ടിലിൻ്റെ അറ്റം കൊണ്ട് തന്നെ നമുക്ക് ആ 2 നിറങ്ങളും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉണങ്ങി കഴിയുകയാണെങ്കിൽ നമുക്കിതുപോലെ മിക്സ് ചെയ്യാനും പറ്റില്ല. നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ആ ബോട്ടിലിൻ്റെ അറ്റം കൊണ്ട് ആദ്യത്തെ നിറം ഇങ്ങനെ പീൽ ചെയ്ത് പോരാനും തുടങ്ങും. ഈ സ്കൈ ബ്ലൂവും നേവി ബ്ലൂ കളറും ഉപയോഗിച്ച് നമുക്ക് അടുത്ത കൈയും പെട്ടെന്ന് തന്നെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. പെയിൻറ്റ് ഉണങ്ങി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഇല്ലേ, അതൊരു ചെറിയ നീഡിലോ ബ്രഷോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മയിൽപ്പീലിയുടെ കണ്ണൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് നേവി ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും കുറച്ച് സ്കൈ ബ്ലൂ പിന്നെ ഇച്ചിരി ഓറഞ്ച് കളർ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മയിൽപ്പീലിയുടെ കണ്ണാട് നിറങ്ങൾ അതിൽ കാണാൻ പറ്റും. റെഡും കുറച്ച് മഞ്ഞയും ഓറഞ്ചും എല്ലാം കാണാം. അപ്പോൾ അതിൽ കുറച്ച് കളേഴ്സൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ചുറ്റുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീലികൾക്ക് ഞാൻ പച്ച നിറമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഒറ്റ വര കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ പച്ച നിറം കൂടാതെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് സ്കൈ ബ്ലൂ കളറും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കയ്യിലുള്ള ആഭരണങ്ങൾക്ക് നമുക്ക് കുറേശ്ശെ ഗോൾഡൻ യെല്ലോ കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനി ഓടക്കുഴലിന് ഓറഞ്ചും ബ്രൗണും കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തിട്ടുള്ളത്.
ഈ ഓടക്കുഴലിലുള്ള തൊങ്ങലിലും അതുപോലെ ഈ ആഭരണത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറേശ്ശെ റെഡ് കളർ കൊടുക്കാം. ഈ നഖങ്ങൾക്ക് കുറച്ച് യെല്ലോ കളർ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ദിവസം എടുക്കും കേട്ടോ അത് മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു യെല്ലോ കളർ ക്രേപ്പ് പേപ്പർ ഈ ഒരു വലിപ്പത്തിൽ കീറിയെടുത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കി നടുഭാഗം ഒന്നുകൂടി മടക്കിയിട്ട് ഒരു എതളിൻ്റെ ഷേപ്പ് നമുക്ക് പെന്ന് ഉപയോഗിച്ചൊന്ന് എളുപ്പത്തിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി കത്രിക ഉപയോഗിച്ച് നമുക്ക് ഇതളിൻ്റെ ഷേപ്പ് പെട്ടെന്നൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ മടക്കിയെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇതളുകൾ ഒരുമിച്ച് വെട്ടിയെടുക്കാൻ പറ്റും. ഈ ഓരോ ഇതളും കയ്യിലെടുത്ത് അതിൻ്റെ വാലറ്റും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ. ഇതുപോലെ പെട്ടെന്ന് കുറച്ചധികം ഇതളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രേപ്പ് പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയില്ലേ അതൊന്ന് വളച്ച് തിരിച്ചൊടിച്ച് ഒരു മുന്തിരിക്കൊലയുടെ ഷേപ്പിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. മുകളിൽ വലുത് താഴെ ചെറുത് എന്നുള്ള രീതിയിൽ കേട്ടോ. ഇതിൻ്റെ അറ്റമൊക്കെ ഒരു കൊളുത്ത് പോലെ ഒന്ന് വളച്ച് വെച്ചിട്ടുണ്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കോല് പോലെ ആക്കി വെച്ചില്ലേ കുറച്ച് ക്രീപ്പ് പേപ്പർ, അതൊന്ന് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. അതൊന്നുകൂടി ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ ഞാൻ ആ പേപ്പറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെല്ലെ ഓരോ ഇതളുകളായിട്ട് നമുക്കതിന് ചുറ്റും ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ച് ചെയ്തപ്പോൾ കൈയും പേപ്പറൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഗ്ലൂ ഗണ്ണില്ലേ അത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ ഇതുപോലെ കോല് പോലെ വെച്ചിട്ടില്ലേ അതിൽ നീളം കൂടിയതൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് പേപ്പർ ഇതുപോലെ കുഞ്ഞു ചതുരങ്ങളായിട്ട് വെട്ടിയെടുത്തിട്ട് താഴ്ഭാഗത്തുള്ള കമ്പികളിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൊന്നപ്പൂവിലില്ലേ മുകളിലൊക്കെ ഇങ്ങനെ വലിയ പൂക്കളും താഴത്തോട്ട് വരുമ്പോൾ കുഞ്ഞു മുട്ടുകളല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തോന്നാൻ വേണ്ടിയിട്ട് മുകളിലുള്ള കമ്പികളിലൊക്കെ 5 ഇതളുകൾ വീതം വെച്ചിട്ടുണ്ട്. താഴത്തോട്ട് വരുമ്പോൾ 4, 3 അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ പച്ച കളർ ടേപ്പ് നമുക്ക് ഈ കമ്പിയിൽ മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. എൻ്റെ ഈ പേപ്പർ ഒരു ഇളം മഞ്ഞ നിറമായിരുന്നു കേട്ടോ. കണിക്കൊന്ന എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ നിറമല്ലേ. അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞ അക്രിലിക് കളർ ബ്രഷിൽ ചെയ്തിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. പെയിൻറ്റ് ബ്രഷിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ക്രേപ്പ് പേപ്പർ ചുരുട്ടിയിട്ട് നീളത്തിൽ നമ്മൾ ഈ പൂവിൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ചില്ലേ അതിന് ചെറുതായിട്ട് പച്ച അക്രിലിക് കളർ ഉപയോഗിച്ച് ഒന്ന് നിറം കൊടുക്കാം കേട്ടോ. താഴ്ഭാഗത്ത് നമ്മൾ കുറേ മൊട്ട് പോലെ വെച്ചില്ലേ അതിൻ്റെ സൈഡിലും ഞാൻ കുറേശ്ശെ പച്ച നിറം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊന്നപ്പൂ നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രെയിമിൽ എവിടെയാണിത് വെക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒട്ടിച്ചെടുക്കാം. കൊന്നപ്പൂവിനെ ഈ ഫ്രെയിമിൽ വെക്കേണ്ടതുകൊണ്ട് ഞാൻ പുറകിലുള്ള പൂക്കളൊക്കെ ഫ്രണ്ടിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ വളയ്ക്കാൻ എളുപ്പമുള്ള കമ്പിയിലല്ലേ ഇത് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊക്കിയും താഴ്ത്തിയും സൈഡിലുള്ളതിന് മുന്നിലോട്ടൊക്കെ വേഗം തന്നെ ഇത് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വിഷുവിന് കണി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും വെക്കാം. ഇതിൻ്റെ പുറകിൽ അലുമിനിയം ഫോയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ വെച്ചിട്ടോ ആണെങ്കിലും നമുക്കിത് ഫ്രെയിം ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാം കേട്ടോ. അപ്പൊ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. വീഡിയോ കണ്ടില്ലേ ഇപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഫ്രെയിം ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ ബാക്കിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് കിട്ടും. അതുപോലെ വെച്ചിട്ട് ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ ചുമരുകളിൽ തൂക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട്.